അതെ, ഇന്ന് പ്രായഭേദമില്ലാതെ ആൺ പെൺ വ്യത്യാസവും തലമുറകളുടെ അന്തരവുമില്ലാതെ മംഗലാംകുന്ന് തറവാടിൻ്റെ മോഹവും ഉറപ്പുമായി അയ്യപ്പൻ വളർന്നിരിക്കുന്നു. ഇനിയും വളർന്നേക്കാമെന്ന പ്രതീക്ഷ ആനപ്രേമികളിൽ വളർത്തിക്കൊണ്ടുമിരിക്കുന്നു. അയ്യപ്പനെന്ന് കേട്ടാൽ ഇന്ന് മംഗലാംകുന്ന് ആനത്തറവാട്ടിലെ ഏതൊരു മനുഷ്യപ്പിറവിയും അഭിമാനത്തോടെ ഉൾപ്പുളകം കൊള്ളുമെങ്കിൽ 6 വർഷങ്ങൾക്കപ്പുറമുള്ള കഥ മറ്റൊന്നായിരുന്നു. അന്ന് അയ്യപ്പൻ അവർക്കായി പകർന്നു നൽകിയത് അത്രയും ഉറക്കമില്ലാത്ത രാവും. മനുഷ്യന്റെ അടിച്ചമർത്തലിനോടും നിർദാക്ഷിണ്യമായ നിത്യബന്ധനത്തോടുമുള്ള പക ഒരു കനലും നെരിപ്പോടുമായി നെഞ്ചിനുള്ളിൽ നീറി പടരുന്ന യൗവനക്കുളത്തിൻ്റെ കളിയാട്ടക്കാരൻ. പ്രധാന പാപ്പാനെ മാത്രം അനുസരിച്ച് ശീലമുള്ള അയ്യപ്പൻ എന്നും ഒരൊറ്റച്ചട്ടക്കാരനാണ്. സഹായികളായ മറ്റ് പാപ്പാന്മാർ അനുസരണ പഠിപ്പിക്കാനും വടിയുടെയും തോട്ടിയുടെയും ബലത്തിൽ മെക്കിട്ട് കയറാനും വന്നാൽ അതിന് ആനയെ വേറെ നോക്കണം എന്നതാണ് അന്നും ഇന്നും അയ്യപ്പൻ്റെ പ്രഖ്യാപിത നയം. ചതിയന്മാരായ മനുഷ്യവർഗത്തോടുള്ള പക ഉള്ളിൻ്റെ ഉള്ളിൽ പല്ലിറുമുന്ന ചില ദുർബല നിമിഷങ്ങളിൽ ഇടച്ചട്ടക്കാരെന്ന സഹായികളെ ഒത്തുകിട്ടിയാൽ ചിലപ്പോൾ പണി തീർത്തെന്നും വരും. ഇടച്ചട്ടക്കാരോടുള്ള സ്ഥായിയായ ഈർഷ്യ പെരുകി ആദ്യമായി ഒരു കൊലപാതകത്തോളം എത്തിയത് 6 വർഷം മുമ്പായി. ഇപ്പോൾ ഗുരുവായൂർ ആനക്കോട്ടയിലെ ജീവനക്കാരനായ സുന്ദരനാണ് അന്ന് ഒന്നാം പാപ്പാൻ സ്ഥലത്തില്ലാത്ത സമയം. പനമ്പട്ട ഇട്ട് കൊടുക്കാനെത്തിയ സഹായിയായ അടയ്ക്കാപ്പത്തൂർ സ്വദേശി രാജൻ ആനയോട് ഒന്ന് കയറി നിൽക്കാനോ മറ്റോ പറഞ്ഞുപോയി. പറഞ്ഞ നേരം കൊണ്ട് ആന പാപ്പാനെ അടിച്ചു വീഴ്ത്തി കൊല ചെയ്യുകയായിരുന്നു. ഇതിൻ്റെ കാര്യകാരണങ്ങൾ എന്തു തന്നെ ആയാലും രണ്ടാം പാപ്പാൻ്റെ കൊലപാതകത്തിലൂടെ നാടുനടുക്കിയ അയ്യപ്പൻ വർഷം 1 തികയും മുമ്പേ മറ്റൊരു വെടി കൂടി പൊട്ടി. പക്ഷെ ഒരു വ്യത്യാസം മാത്രം, ഇക്കുറി ഒറ്റ വെടിക്ക് 2 ആയിരുന്നു ഇരകൾ. പൈലൂർ വിളക്ക് കഴിഞ്ഞ് മടങ്ങുകയാണ് ആനയും പാപ്പാന്മാരും. തൊട്ടടുത്ത നാൾ പാരി കണ്ണോട്ടുകാവിൽ വിളക്കിനെഴുന്നേൽക്കും. രാവിലെ ശീവേലിക്ക് എത്തേണ്ടതാണ്. വഴിനടത്തത്തിനിടയിൽ രാത്രി 12 മണിയായപ്പോൾ ഒരൽപ്പം വിശ്രമിച്ചിട്ടാവാം ബാക്കി നടത്തമെന്ന ചിന്തയാൽ പാലക്കാട് പുതുനഗരത്തിനടുത്തുള്ള റോഡരികിൽ തന്നെ ആനയെ ചെറുതായി ഇടപൂട്ടി മരത്തിൽ കൊളുത്തിയ ശേഷം ഒന്നാം പാപ്പാൻ സുന്ദരനും സഹായികളും മറ്റൊരാനയുടെ പാപ്പാന്മാരുമടക്കം 5 പേർ കടത്തിണ്ണയിൽ ഉറങ്ങാൻ കിടക്കുന്നു. തുടർച്ചയായ ഉറക്കമിളപ്പും വഴിനടത്തവും നിമിത്തം ചെന്ന് കിടന്ന പാടെ എല്ലാവരും ഉറക്കം പിടിച്ചു. ആനയ്ക്കും ഒന്നാം പാപ്പാനും ഇപ്പുറമാണ് സഹായികൾ കിടക്കുന്നത്. എന്തോ വലിയൊരു ശബ്ദം കേട്ട് മറ്റുള്ളവർ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേൽക്കുമ്പോൾ ഉറങ്ങിയ പാപ്പാന്മാരിൽ ഒരാളെ ആന ഷട്ടറിന് ചേർത്തടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഉറക്കച്ചടവിലും ഇരുട്ടിലും എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായി തിരിച്ചറിയും മുമ്പേ മറ്റുള്ളവർ എങ്ങോട്ടെന്നില്ലാതെ ചിതറി ഓടി. അപ്പോഴും ഒരാൾ അവിടെ തന്നെ കിടക്കുന്നു. അയാളെ ആദ്യം തന്നെ ചവിട്ടിക്കൊല്ലുകയോ ഇരുവരെയും ഒന്നിച്ച് കൂട്ടിയെടുത്ത് അടിച്ചു കൊല്ലുകയോ ചെയ്യുകയായിരുന്നു. അയ്യപ്പൻ്റെ തന്നെ ഇടച്ചട്ടക്കാരനായിരുന്ന പ്ലാപ്പറ്റ കൃഷ്ണൻകുട്ടിയും മനുശ്ശേരി ആനയുടെ സഹായിയുമാണ് അന്ന് ആനപ്പകയുടെ അമൂർത്ത രൂപമായി ചോരയിൽ ആറാടിയ അയ്യപ്പൻ്റെ കലിയാട്ടത്തിന് മുന്നിൽ ജീവൻ പൊലിയാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യർ. ഒന്നാം പാപ്പാനെ ബോധപൂർവം ഒഴിവാക്കുകയും ഇടച്ചട്ടക്കാരെ തന്നെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത അയ്യപ്പൻ്റെ ദുരൂഹ മനസ്സിന് വിശദീകരണം നൽകാൻ ഏത് മനഃശാസ്ത്രത്തിനാണ് കഴിയുക?